എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റൻറ്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിൻ്റെ മൊഡ്യൂൾ 2 ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന സെഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ഇൻഫർമേഷൻ സെക്യൂരിറ്റി നമുക്കറിയാം, വി ആർ പ്രൊട്ടക്റ്റിംഗ് അവർ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ഫ്രം അൺഓതറൈസ്ഡ് യൂസേഴ്സ്. അതാണ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് ഏറ്റവും കൂടുതൽ റിസർച്ചൊക്കെ നടക്കുന്നതുമായിട്ടുള്ള ഒരു ഫീൽഡുകളിൽ ഒന്നാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആസ്പെക്ട്സും അതിൻ്റെ ലേറ്റസ്റ്റ് ട്രെൻഡ്സും ഒക്കെയാണ് ഈ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതും വളരെ എളുപ്പവുമാണ്. കുറച്ച് ടെക്നിക്കൽ ടേംസ് നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. വേറെ നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊന്നും ഇതിലില്ല. പിന്നെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. RSA അൽഗോരിതമൊക്കെ ഉപയോഗിച്ചിട്ട് അത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. UGC നെറ്റും ഗേറ്റും പോലെയുള്ള എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ MCQ ഡിസ്കഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ സിലബസിലോട്ട് പോവാം. ഇത് മൊഡ്യൂൾ 2 സെഷനാണ്. ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ സെക്യൂരിറ്റി. അപ്പോൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ഫുൾ സിലബസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇത്രയും കൺസെപ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കൺസെപ്റ്റിലോട്ട് പോവാം. Then what is computer security? We are securing, simply നമുക്ക് പറയാൻ പറ്റും, we are securing our computing resources. അതിനെയാണ് എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടിംഗ് സെക്യൂരിറ്റി is the process of protecting computers, laptops, servers and other digital devices from unauthorized access, misuse, damage, theft or attack. ഇത്രയും കാര്യങ്ങളിൽ നിന്നും നമ്മുടെ കമ്പ്യൂട്ടിംഗ് ഡിവൈസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പ്യൂട്ടിംഗ് സെക്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് സേഫ്ലി ആൻഡ് സെക്യൂർലി. അപ്പോൾ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി, അതാണ് ഇതിൻ്റെ രണ്ട് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. ദ മെയിൻ ഗോൾ ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഈസ് ടു കീപ് ദ കമ്പ്യൂട്ടർ റിസോഴ്സ് സേഫ് ഫ്രം സൈബർ ത്രെറ്റ്സ്. സൈബർ ത്രെറ്റുകളിൽ നിന്നും കമ്പ്യൂട്ടിംഗ് റിസോഴ്സസിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്പ്യൂട്ടിംഗ് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്തെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും? ഹാർഡ്വെയർ, നമ്മുടെ ഫിസിക്കൽ കമ്പോണൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ലോജിക്കൽ കമ്പോണൻസ് ആയ സോഫ്റ്റ്വെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആൻഡ് നമ്മുടെ റോ മെറ്റീരിയൽസ് ആയ ഡേറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യും. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്ഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആൻഡ് യൂസർ അക്കൗണ്ട്സ്, യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ യൂസർ അക്കൗണ്ട്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡേറ്റ, നെറ്റ്വർക്ക് കണക്ഷൻ ആൻഡ് യൂസേഴ്സ്. ഇത് ജസ്റ്റ് ആസ് എൻ ഇൻട്രൊഡക്ഷൻ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തത് ടു പ്രൊട്ടക്റ്റ് ഡേറ്റ. ഡേറ്റ നമുക്കറിയാം റോ മെറ്റീരിയൽസ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഫയലിനകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡേറ്റ എന്ന് പറയുന്നത്. ആ ഡേറ്റേനെ അൺഓതറൈസ്ഡ് ആയിട്ട് ആരെങ്കിലും ഉപയോഗിക്കുക അല്ലെങ്കിൽ കാണുകയോ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് പാസ്വേഡൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? ദാറ്റ് ഈസ് എ സെക്യൂരിറ്റി മെഷർ ഫോർ പ്രൊട്ടക്റ്റിംഗ് ഡേറ്റ. അപ്പോൾ പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് പീപ്പിൾ ഫ്രം വ്യൂവിങ് ദ ഡേറ്റ. നമ്മുടെ പേഴ്സണൽ ഡേറ്റ ആവാം, ഒഫീഷ്യൽ ഡേറ്റ ആവാം, നമ്മുടെ പാസ്വേഡ് ആവാം, അതൊക്കെ എന്താണ്, ഡേറ്റയിൽ വരുന്നതാണ്. അപ്പോൾ ആ ഡേറ്റേനെ മറ്റുള്ളവർ കാണുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്ന പരിപാടിനെയാണ് എന്താണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ പ്രൊട്ടക്ട് ഡേറ്റ എന്ന് പറയുന്ന സർവീസ്. പ്രിവെൻറ്റ് മോഡിഫിക്കേഷൻ ആൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫയൽസ്. ഇമ്പോർട്ടൻറ്റ് ഫയൽസിനെ മറ്റുള്ളവർ മോഡിഫിക്കേഷൻ നടത്തുന്നതിൽ നിന്നും എന്ത് ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇറ്റ് പ്രിവെൻറ്റ് ഡിലീഷൻ ഓഫ് വാല്യുബിൾ ഇൻഫർമേഷനെ ഒരാൾ കാണുകയും അല്ലെങ്കിൽ ഒരാൾ ആക്സസ് ചെയ്യുകയും അത് കയറി ഡിലീറ്റ് ചെയ്യുന്നതിൽ നിന്നും അയാൾ എന്ത് ചെയ്യുന്നു, തടയുന്നു. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് പ്രൊട്ടക്റ്റ് ഡേറ്റ എന്ന് പറയുന്നത്. അടുത്ത് പ്രൊട്ടക്റ്റ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, ഫിസിക്കൽ കമ്പോണൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ ഫോണ്, നമ്മുടെ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ ലാപ്ടോപ്പ്, ഇതെല്ലാം അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് പ്രൊട്ടക്റ്റിംഗ് ദ ഹാർഡ്വെയർ. പ്രൊട്ടക്ട് കമ്പ്യൂട്ടേഴ്സ് ഫ്രം ഫിസിക്കൽ ഡാമേജ്. ഒരാൾ അതിൽ റാം ഊരിക്കൊണ്ടുപോകുന്നു. സോ അതൊക്കെ എന്ത് ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊട്ടക്ട് ഹാർഡ്വെയർ എന്ന് പറയുന്ന സർവീസ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയിൽ പറയുന്നത്. ഇറ്റ് പ്രിവെൻറ്റ് തെഫ്റ്റ് ഓഫ് ഡിവൈസസ്. നമ്മുടെ ഡിവൈസ് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിൽ നിന്നും അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു.
IP അഡ്രസ്സൊക്കെ വെച്ച് നമുക്ക് ഫോണും IME നമ്പർ ഉപയോഗിച്ച് ഫോണും IP അഡ്രസ്സൊക്കെ ഉപയോഗിച്ച് കമ്പ്യൂട്ടേഴ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ തെഫ്റ്റിൽ നിന്നൊക്കെ നമുക്ക് എവിടെയാണ് നമ്മുടെ ഡിവൈസ് ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇറ്റ് എൻഷ്യൂർസ് ഹാർഡ്വെയർ ഫങ്ഷൻസ് പ്രോപ്പർലി. ഹാർഡ്വെയർ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുവെന്ന് ചെക്ക് ചെയ്യുന്നതും ഇതിൻ്റെ ഒരു ജോലിയാണ്. നെക്സ്റ്റ് ഈസ് പ്രൊട്ടക്റ്റിംഗ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാമുകളെയാണ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറുകളെ സോഫ്റ്റ്വെയറുകൾ എന്ന് വെച്ചാൽ പ്രോഗ്രാംസ് ആയിരിക്കും അല്ലേ. ആ പ്രോഗ്രാം നന്നായിട്ട് വർക്ക് ചെയ്യണം. നന്നായിട്ട് വർക്ക് ചെയ്യാത്ത രീതിയിൽ അതിനാക്കാൻ വേണ്ടിയിട്ട് അതിൽ വൈറസൊക്കെ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വൈറസിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് ആ സോഫ്റ്റ്വെയറിനെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് പ്രൊട്ടക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് പ്രിവെൻറ്റ് മാൽവെയർ ഫ്രം ഇൻഫെക്റ്റിംഗ് സോഫ്റ്റ്വെയർ. മാൽവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനി പ്രോഗ്രാം ദാറ്റ് മേക്സ് അവർ പ്രോഗ്രാം ഡാമേജ്. നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറുകളെ ഡാമേജ് ആക്കുന്ന ഏതൊരു പ്രോഗ്രാമുകളെയാണ് എന്ത് പറയുന്നത്? മാൽവെയറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാൽവെയറിൻ്റെ അകത്ത് വരുന്നതാണ് ഈ വൈറസ്, വോം, ട്രോജനോസ്. ഇതൊക്കെ മാൽവെയർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ജനറൽ ടേം. അപ്പം അതിന് എക്സാമ്പിൾസ് ആണ് ഈ വൈറസും വോമും സ്പൈവെയറും റാൻസം വെയറും ഇതൊക്കെ. അപ്പോൾ പ്രൊട്ടക്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റിംഗ് ദ സോഫ്റ്റ്വെയർ ഫ്രം മാൽവെയർസ്. ഇറ്റ് സ്റ്റോപ്പ് അൺഓതറൈസ്ഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷനെയും തടയുന്നു. കീപ്പ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ്. അപ്പോൾ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ രീതി അത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ വരാൻ വന്നിട്ടുള്ള ഒരു പോയിൻ്റാണ്. എപ്പോഴും ഒരു സോഫ്റ്റ്വെയറിനെ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ലേറ്റസ്റ്റ് വേർഷൻ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? അതിൽ വൾണറബിലിറ്റീസ് വരാം. വേറെ പ്രോഗ്രാംസിന് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതാവുന്നു. സോ വി ആർ സ്റ്റഡിയിങ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. ഫസ്റ്റ് ഈസ് protecting data, second is protecting hardware, third is protecting software. Next is ensure system availability. നാലാമത്തേതാണ്, ഒരു സിസ്റ്റത്തിന് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഓതറൈസ്ഡ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് അവൈലബിൾ ആക്കി തരിക. അതും നെറ്റ്വർക്ക് സെക്യൂരിറ്റി തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു സർവീസിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നില്ല, ദാറ്റ് ഈസ് ഡിനയൽ ഓഫ് സർവീസ്. അതൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമുക്ക് ദാറ്റ് സർവീസ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ദ പേഴ്സൺ അറ്റ് ദ മൊമെൻറ്റ് ഹി ഈസ് റിക്വസ്റ്റിംഗ് ഫോർ ദാറ്റ് സിസ്റ്റം. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിനയൽ ഓഫ് സർവീസിൽ നിന്നൊക്കെ സിസ്റ്റത്തിന് എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം. അതും കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ ഒരു ഭാഗമാണ്. കീപ് സിസ്റ്റം അവൈലബിൾ വെൻ എവർ യൂസർ നീഡ് ദം. ഇറ്റ് പ്രിവെൻറ്റ് സർവീസ് ഇൻട്രപ്ഷൻസ്. സർവീസ് ഇൻട്രപ്ഷൻ എന്ന് വെച്ചാൽ ഇൻട്രപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തടസ്സം ഉണ്ടാവാതെ സർവീസ് എപ്പോൾ നമ്മൾ ചോദിച്ചാലും നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. റിക്കവർ ക്വിക്ക്ലി ആഫ്റ്റർ ഫെയിലുവർ. അഥവാ ഫെയിലുവർ ഉണ്ടായിരുന്നാലും അത് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? റിക്കവർ ആവുകയും വേണം. ദാറ്റ് ഈസ് ഇറ്റ് എൻഷ്യൂർസ് സിസ്റ്റം അവൈലബിലിറ്റി. നെക്സ്റ്റ് ഈസ് പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ്. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആക്സസ് കൊടുക്കാൻ പാടില്ല. അലോ ഓൺലി ഓതറൈസ്ഡ് യൂസേഴ്സ് ടു ആക്സസ് ദ സിസ്റ്റം. യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നവർക്ക് മാത്രമേ ഡേറ്റ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആക്സസിങ് ചെയ്യാൻ കൊടുക്കാൻ പാടുള്ളൂ. യൂസ് പാസ്വേഡ് ആൻഡ് ഓതൻറ്റിക്കേഷൻ മെത്തേഡ്സ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓതൻറ്റിക്കേഷൻ മെത്തേഡ്സ്. റെസ്ട്രിക്റ്റ് ആക്സസ് ബേസ്ഡ് ഓൺ യൂസർ റോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാനേജർ ഉണ്ടാവും, ഒരു ബാങ്ക് മാനേജർ ഉണ്ടാവും, അസിസ്റ്റൻറ്റ് മാനേജർ ഉണ്ടാവും, ക്ലർക്ക് ഉണ്ടാവും, കസ്റ്റമർ ഉണ്ടാവും, പ്യൂൺ ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തരുടെയും റോളിനനുസരിച്ച് മാത്രമുള്ള ഫങ്ഷൻസ് മാത്രമേ അവർക്ക് അസൈൻ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ കസ്റ്റമറിന് എന്താണ് ബാക്കിയുള്ള കസ്റ്റമേഴ്സിൻ്റെയും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് ഓൺലി വിസിബിൾ ഫോർ ദ ടോപ്പ് ലെവൽ അതോറിറ്റീസ് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഇസ് മെയിൻറ്റെയിൻ പ്രൈവസി. നമ്മുടെ ഡേറ്റാസ്. ഇറ്റ് പ്രൊട്ടക്ട് യൂസേഴ്സ് പേഴ്സണൽ ഇൻഫർമേഷൻ. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ആക്ച്വലി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് അവർ പേഴ്സണൽ ഇൻഫർമേഷൻസ്. കീപ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ സീക്രട്ട്. കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ലാത്ത ഇൻഫർമേഷൻസിനെ കീപ്പ് ചെയ്യുക. അതും
കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ ഒരു ഭാഗമാണ്. ഇറ്റ് മെയിൻറ്റെയിൻ ട്രസ്റ്റ്, ഇറ്റ് എൻഷുർ യൂസേഴ്സ് ട്രസ്റ്റ് ദ സിസ്റ്റം. അപ്പോൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു സിസ്റ്റം സെക്യൂർ ആണെങ്കിൽ ആ സിസ്റ്റം ഉപയോഗിക്കുന്ന യൂസർ ഹാവിങ് ട്രസ്റ്റ് ടുവേർഡ്സ് ദാറ്റ് സിസ്റ്റം, അതും കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ വി സ്റ്റഡീഡ് അബൌട്ട് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. നെക്സ്റ്റ്, നീഡ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ ആവശ്യകത എന്തെന്നൊക്കെയാണ്. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത്. ബിക്കോസ് കമ്പ്യൂട്ടേഴ്സിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് സേവ് ചെയ്യുന്നത് കൊണ്ട് മസ്റ്റായിട്ടും കമ്പ്യൂട്ടർ സെക്യൂരിറ്റി അതിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ബിസിനസ് ഡിപ്പെൻഡ് ഓൺ കമ്പ്യൂട്ടേഴ്സ്. ഓൾ ദ ബിസിനസ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ നമ്മുടെ മണി ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും എല്ലാം കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഈസ് മസ്റ്റ് ഇഫ് ദർ ഈസ് എ ബിസിനസ്. ബാങ്ക്സ് യൂസ് കമ്പ്യൂട്ടേഴ്സ് ഫോർ ട്രാൻസാക്ഷൻ. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് ബാങ്കിൽ ഉപയോഗിക്കുന്നത് കൊണ്ടും കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ പ്രാധാന്യം കൂടുതലാണ്. ഹോസ്പിറ്റൽ സ്റ്റോഴ്സ് പേഷ്യൻ്റ് റെക്കോർഡ്. ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് റെക്കോർഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടും കമ്പ്യൂട്ടർ സെക്യൂരിറ്റി മസ്റ്റായിട്ട്, കാരണം പേഷ്യൻ്റ് റെക്കോർഡ്സ് അൺഓതറൈസ്ഡ് ആയിട്ട് വെളിയിലൊന്നും പോകാൻ പാടില്ല. ദാറ്റ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. സ്കൂൾസ് മെയിൻറ്റെയിൻ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ. അവിടെയും സ്കൂൾസിലും ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. ആൻഡ് ഫോർ ദാറ്റ് അതുപോലെ തന്നെ ഗവൺമെൻറ് ഓർഗനൈസേഷനിലും പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഷോപ്പ് ചെയ്തതെന്ന് വേറൊരാൾക്ക് കാണാൻ പാടുമോ? ഇല്ല. നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ലോഗിനിൽ മാത്രമേ അത് അവൈലബിൾ ആവാൻ പാടുള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയാണ്. അതുകൊണ്ട് ഓൺലൈൻ ഷോപ്പിങ്ങിലും കമ്പ്യൂട്ടർ സെക്യൂരിറ്റി അത്യാവശ്യമാണ്. ദ പേഴ്സണൽ ഡിവൈസസ് കണ്ടെയ്ൻ ഫോട്ടോസ്, മെസ്സേജസ് ആൻഡ് ഡോക്യുമെൻറ്റ്. നമ്മളെ പേഴ്സണൽ ഡിവൈസസ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം വിത്ത് പാസ്വേഡ്, അല്ലെങ്കിൽ നമ്മുടെ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത്. നമ്മുടെ ഫോണൊക്കെ നമ്മൾ ലോക്കൊക്കെ ഇട്ട് വെക്കും. എന്തിനാണ്? ബിക്കോസ് അവർ ഡേറ്റ ഹാവിങ്, അവർ ഡിവൈസ് ഹാവിങ് ഫോട്ടോസ്, മെസ്സേജ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. സോ ഇതൊരു തിയറട്ടിക്കലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ കമ്പോണൻസ് ആണ്: 1 ഹാർഡ്വെയർ സെക്യൂരിറ്റി, 2 സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി, 3 ഡേറ്റ സെക്യൂരിറ്റി, 4 നെറ്റ്വർക്ക് സെക്യൂരിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ കമ്പോണൻസ് ഏതൊക്കെയാണ്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക് ആൻഡ് ഡേറ്റ. ഈ 4 കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ കമ്പോണൻസ്. ഒന്നാമത്തത് ഹാർഡ്വെയർ സെക്യൂരിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഹാർഡ്വെയർ സെക്യൂരിറ്റി പ്രൊട്ടക്ട് ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ഫ്രം തെഫ്റ്റ്, ഡാമേജ് ആൻഡ് അൺഓതറൈസ്ഡ് ആക്സസ്. അപ്പോൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഡാമേജ് വരുത്തുന്നതിൽ നിന്നും അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യുന്നതിൽ നിന്നും നമ്മുടെ ഹാർഡ്വെയർ ഡിവൈസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഹാർഡ്വെയർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. യൂസ് ഫിസിക്കൽ ലോക്സ് ഇടാം, പൂട്ടി വയ്ക്കാം. CCTV ക്യാമറ ഉപയോഗിച്ച് ആരെങ്കിലും നമ്മുടെ സിസ്റ്റത്തിനെ ഫിസിക്കലി എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. ആൻഡ് സെക്യൂരിറ്റി ഗാർഡ്സ് ഉപയോഗിക്കാം. ഇൻസ്റ്റാൾ ബയോമെട്രിക് ഓർ സ്മാർട്ട് കാർഡ് ആക്സസ് ടു റെസ്ട്രിക്ട് എൻട്രി ടു കമ്പ്യൂട്ടർ റൂം. ഇപ്പോൾ സെർവർ റൂമിലൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? സെർവർ റൂംസിൽ സ്മാർട്ട് കാർഡ്സ്, RFID കാർഡ്സ് ഒക്കെ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് സ്കാൻ ചെയ്യുന്നു. അങ്ങനെ മാത്രമേ ആ ഫിസിക്കലി അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. സോ അതൊക്കെ ഇതിൻ്റെ ഹാർഡ്വെയർ സെക്യൂരിറ്റിയുടെ മാർഗങ്ങളാണ്. ഇൻസ്റ്റാൾ ബയോമെട്രിക് ആൻഡ് സ്മാർട്ട് കാർഡ് ആക്സസ് ടു റെസ്ട്രിക്ട് എൻട്രി ടു ദ കമ്പ്യൂട്ടർ റൂംസ്. Protect devices from fire, flood, dust and power failures using fire alarms and UPS system. അപ്പോൾ പവർ ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ UPS സിസ്റ്റം ഉപയോഗിക്കാം അല്ലേ? പിന്നെ തീ പിടിക്കുകയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരികയോ അല്ലെങ്കിൽ പൊടിയടിക്കുകയോ ഒക്കെ ചെയ്താൽ അതിൽ അങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അലാം അടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. സോ അതും ഹാർഡ്വെയർ സെക്യൂരിറ്റി, ഹാർഡ്വെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ്. Perform regular maintenance and inspection to keep hardware is good condition. ഓൺ ചെയ്യാതെ വെച്ചിരിക്കാൻ പാടില്ല. എപ്പോഴും ഹാർഡ്വെയറിനെ എന്ത് ചെയ്യണം? അതൊരു സെക്യൂരിറ്റി മെത്തേഡാണ്. ഇടയ്ക്കിടയ്ക്ക് വെറുതെയെങ്കിലും ഓൺ ചെയ്ത് നോക്കണം. രണ്ടാമത്തത് ഇറ്റ് ഈസ് സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി.
Software security protects operating system and application software from malware, bugs and unauthorized modification. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്ന ഫോട്ടോഷോപ്പ് അങ്ങനെ MS ഓഫീസൊക്കെ പോലത്തെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെയും മാൽവെയർ നേരത്തെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ബാഡ് സോഫ്റ്റ്വെയർസ് ദാറ്റ് മോഡിഫൈ അവർ പ്രോഗ്രാംസ്. നമ്മുടെ പ്രോഗ്രാമിനെ ബാഡ്ലി മോഡിഫൈ ചെയ്യുന്ന പ്രോഗ്രാമുകളെയാണ്, വൈറസ് പോലുള്ള പ്രോഗ്രാമുകളെയാണ് മാൽവെയർ എന്ന് പറയുന്നത്. പിന്നെ ബഗ് എന്ന് പറഞ്ഞാൽ എറേഴ്സ്, പിന്നെ അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ. ഒരു സോഫ്റ്റ്വെയറിനെ മോഡിഫിക്കേഷനിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന പരിപാടിയാണ് സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇൻസ്റ്റാൾ ആൻഡ് റെഗുലർലി അപ്ഡേറ്റ് ആൻറ്റിവൈറസ് ആൻഡ് ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയർ. എന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണ് ആൻറ്റിവൈറസ് ഉപയോഗിക്കുക എന്നുള്ളത്. ആൻറ്റിവൈറസ് ഉപയോഗിക്കുമ്പോൾ മാൽവെയർ പോലത്തെ സോഫ്റ്റ്വെയർസ് നമ്മുടെ സിസ്റ്റത്തിൽ വരാതെ അത് ബ്ലോക്ക് ചെയ്യുന്നു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ്. Keep the operating system and application updated with the latest security patches. ലേറ്റസ്റ്റ് വേർഷനിൽ ലേറ്റസ്റ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ പ്രീവിയസ് വെർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സെക്യൂരിറ്റി സർവീസ് ഹാക്കേഴ്സിന് മനസ്സിലായിട്ട് അവരതിനെ എന്ത് ചെയ്യും, ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവരത് റെഡിയാക്കി വരുമ്പോൾ ഇവർ പുതിയ അപ്ഡേറ്റ്സ് വരുത്തും. അപ്പോൾ എന്ത് ചെയ്യാം, ആ സോഫ്റ്റ്വെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അത് അങ്ങനെ റെഗുലറായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുന്ന എന്താണ്, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിലെന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ വൾണറബിലിറ്റി വെളിയിലുള്ള ഒരാൾ കണ്ടുപിടിച്ചു എങ്കിൽ ആ വൾണറബിലിറ്റീനെ മാറ്റിയിട്ട് പുതിയ പ്രോഗ്രാംസും കൂടെ ആഡ് ചെയ്ത് അതിനെ കുറച്ചുകൂടെ ബെറ്ററാക്കി മാറ്റുന്നു. ആ ബെറ്ററാക്കി മാറ്റിയ പുതിയ വെർഷൻ വേണം നമ്മൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻ വന്നു അല്ലെങ്കിൽ അപ്ഡേറ്റ് വന്നു. ഇപ്പോൾ വാട്സപ്പ് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, സംതിങ് ഈസ് ആഡഡ് ന്യൂ. അപ്പോൾ ആ പുതിയതായിട്ട് ആഡ് ചെയ്യുന്നതിൽ ഈ സെക്യൂരിറ്റി മെഷേഴ്സും ഉണ്ടായിരിക്കും. യൂസ് ഓൺലി ജെനുവിൻ ആൻഡ് ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർസ് ഫ്രം ട്രസ്റ്റഡ് റിസോഴ്സസ്. അപ്പോൾ നമ്മൾ ക്രാക്ക്ഡ് വേർഷൻസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ഒറിജിനൽ തന്നെ ഉപയോഗിച്ച് പഠിക്കണം. Restrict unauthorized software installation by the user by using user permission and access control. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള സെക്ഷനിലൊക്കെ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പെർമിഷൻ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, അൺഓതറൈസ്ഡ് ആയിട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ, നമ്മുടെ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ നടക്കുന്നത് പെർമിഷൻ ചോദിച്ചുകൊണ്ടാവണം. ആ രീതിയിൽ സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കണം. സോ ദാറ്റ് ഈസ് restrict unauthorized software installation. So we are studying components of information security. Information securityയുടെ കമ്പോണൻസ് ആണ് ഒന്നാമത്തെ ഹാർഡ്വെയർ സെക്യൂരിറ്റി, രണ്ടാമത്തത് സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി, ആൻഡ് തേർഡ് വൺ ഇസ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി അല്ലേ. അപ്പം നമ്മുടെ നെറ്റ്വർക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. നെറ്റ്വർക്ക് സെക്യൂരിറ്റി പ്രൊട്ടക്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഡേറ്റ ട്രാൻസ്മിറ്റഡ് ഓവർ ദ നെറ്റ്വർക്ക് ഫ്രം സൈബർ അറ്റാക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയും ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റയെയും അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും മോഡിഫിക്കേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടിനെയാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂസ് ഫയർ വാൾസ് ടു ബ്ലോക്ക് അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് മെലീഷ്യസ് നെറ്റ്വർക്ക് ട്രാഫിക്. ഫയർ വാളിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം, നമ്മുടെ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ നിന്ന് ഒരു മെസ്സേജ് അങ്ങോട്ട് പോകുന്നു, അതിൻ്റെ നെറ്റ്വർക്കിൽ നിന്നും മെസ്സേജ് നമ്മുടെ ആ സിസ്റ്റത്തിലോട്ട് വരുന്നു. ഈ പോകുന്നതും വരുന്നതുമായിട്ടുള്ള മെസ്സേജസിനെ എന്ത് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുന്നു. അതിൽ അൺവാണ്ടഡ് മാൽവെയർ പോലത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് കളയുന്നു. അപ്പോൾ ഒരു ഫിൽട്ടറിങ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ആയിട്ടും ഹാർഡ്വെയർ ആയിട്ടും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഫയർ വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫയർ വാൾ ഉപയോഗിച്ച് നെറ്റ്വർക്ക് സെക്യൂരിറ്റി നമുക്ക് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. ഇൻസ്റ്റാൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആൻഡ് ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റം. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ടു മോണിറ്റർ നെറ്റ്വർക്ക് ആക്ടിവിറ്റീസ്. നമ്മുടെ സിസ്റ്റത്തിൽ ആരെങ്കിലും ഹാക്കേഴ്സോ ആരെങ്കിലും കടന്നു കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം, അതാണ് IDS ആൻഡ് IPS. അതും ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുണ്ട്. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആൻഡ് ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റം.
secure wireless networks using strong Wi-Fi password and modern encryption protocol. ലേറ്റസ്റ്റ് എൻക്രിപ്ഷൻ പ്രോട്ടോകോൾസ് ഒക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ വൈഫൈ പാസ്വേഡ് സ്ട്രോങ് ആക്കുക. അതിലൂടെ നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷനെ അൺഓതറൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്നതിൽ നിന്നും എന്ത് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാം. യൂസ് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് VPNs to provide secure communication over public network. പബ്ലിക് നെറ്റ്വർക്കിൽ സെക്യൂർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഇത് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ടു പ്രൊവൈഡ് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഓവർ പബ്ലിക് നെറ്റ്വർക്ക്. ഒരു പബ്ലിക് നെറ്റ്വർക്കിൽ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അടുത്ത ഫിസിക്കൽ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. നമ്മൾ നേരത്തെ പഠിച്ചത് കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയാണ്. കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? ഹാർഡ്വെയർ സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് ഡേറ്റ സെക്യൂരിറ്റി. ഹാർഡ്വെയർ സെക്യൂരിറ്റി ഫിസിക്കൽ കമ്പോണൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നെറ്റ്വർക്ക് സെക്യൂരിറ്റി നെറ്റ്വർക്ക് കണക്ഷനെയും ഡേറ്റ ട്രാൻസ്മിഷനെയും സെക്യൂർ ചെയ്യുന്നു. അതുപോലെ ഡേറ്റ സെക്യൂരിറ്റി ഇറ്റ് വിൽ പ്രൊട്ടക്ട് ദ ഡേറ്റ. സോ നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ ടൈപ്സ്. അതിൽ ഒന്നാമത്തത് ഫിസിക്കൽ സെക്യൂരിറ്റി. ഫിസിക്കൽ സെക്യൂരിറ്റി എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം, ഹാർഡ്വെയർ ആൻഡ് അതർ ഫിസിക്കൽ റിസോഴ്സസ് ഫ്രം തെഫ്റ്റ്. നമ്മുടെ ഹാർഡ്വെയർ സെക്യൂരിറ്റി തന്നെയാണ് ഈ ഫിസിക്കൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് ഓൺലി ഓതറൈസ്ഡ് പീപ്പിൾ ക്യാൻ ഫിസിക്കലി ആക്സസ് ദ കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ് ആൻഡ് ദാറ്റ് ദ എക്യുപ്മെൻറ്റ് റിമൈൻസ് സേഫ് ഫ്രം എൻവിറോൺമെൻറ്റൽ ഹസാർഡ്സ്. ഇപ്പോൾ ഒരാൾ അതിനെ ഡാമേജ് ആക്കുന്നതും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും മാത്രമല്ല, നമ്മുടെ എൻവിറോൺമെൻറ്റൽ ഹസാർഡ്സ്, തീ, ഫയർ വരിക, വെള്ളം കയറുക, അതിൽ നിന്നുമൊക്കെ എന്താണ് സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റിയാണ് ഫിസിക്കൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കൂ. പ്രൊട്ടക്റ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഫ്രം തെഫ്റ്റ്. മോഷണത്തിൽ നിന്നും നമ്മുടെ ഹാർഡ്വെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ഫിസിക്കൽ ആക്സസ് ഫ്രം അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാം. പ്രൊട്ടക്റ്റ് എക്യുപ്മെൻറ്റ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. തീ, വെള്ളം നേരത്തെ പറഞ്ഞു. എൻഷ്യൂർസ് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. എൻഷ്യൂർസ് കണ്ടിന്യൂസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാ കമ്പോണൻസും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്ന പരിപാടി. ഇത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെയാണ്. ഫിസിക്കൽ സെക്യൂരിറ്റി മെഷേഴ്സ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് നേരത്തെ. ഫിസിക്കൽ സെക്യൂരിറ്റി നമ്മൾ പഠിക്കുന്ന ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയാണ്. അതിലൊന്നാമത്തേത് ഫിസിക്കൽ സെക്യൂരിറ്റി. അതിൻ്റെ ഒബ്ജക്റ്റീവും കാര്യങ്ങളും പറഞ്ഞു. ഇനി അതിൻ്റെ മെഷേഴ്സ്, എന്തൊക്കെ മെഷേഴ്സ് എടുത്തിട്ടുമാണ് ഫിസിക്കൽ സെക്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതെന്നാണ്. യൂസ് ലോക്ക് ഇട്ട് വെക്കുക. സെക്യൂരിറ്റി ഡോർ പ്രൊവൈഡ് ചെയ്യുക. ആക്സസ് കൺട്രോൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക ടു പ്രിവെൻറ്റ്. ആക്സസ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കയറുന്നതിന് ഒരു ഡോർ തുറക്കണമെങ്കിൽ നമ്മുടെ RFID കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് റെക്കഗ്നൈസേഷനോ ഒക്കെ കാണിക്കണം. എങ്കിൽ മാത്രമേ ഡോർ തുറക്കൂ. ആ ഒരു സിസ്റ്റമാണ് ഏത് ആക്സസ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ സിസ്റ്റത്തിന് വേറെ അൺഓതറൈസ്ഡ് ആയിട്ട് ആൾക്കാർക്ക് എടുക്കാൻ പറ്റാതെ ആവും. ഇൻസ്റ്റാൾ CCTV ക്യാമറ ആൻഡ് സെക്യൂരിറ്റി അലാംസ്. ആരെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ട് കയറുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. സെക്യൂരിറ്റി അലാംസ് ഒക്കെ അടിക്കുന്നത് അല്ലേ. യൂസ് ബയോമെട്രിക് authentication such as fingerprint or facial recognition for secure access. കാരണം അങ്ങനെ ബയോമെട്രിക് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വേറൊരാൾക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആരാണോ അതിൻ്റെ ആക്സസ് ഉള്ളത് അയാൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. എംപ്ലോയ് സെക്യൂരിറ്റി ഗാർഡ്സ് ടു പ്രൊട്ടക്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫെസിലിറ്റി. സെക്യൂരിറ്റി ഗാർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻറ്റ് ഫെസിലിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. ഇൻസ്റ്റാൾ ഫയർ അലാംസ്, സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ആൻഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഒക്കെ ഉപയോഗിക്കുക. യൂസ് അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. UPS ഉപയോഗിച്ചിട്ട് പവർ സപ്ലൈ കട്ടാവുന്ന രീതിയിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ തന്നെയാണ് ത്രെഡ്സ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ത്രെഡ് അപായങ്ങൾ ഇതിൽ വരാം? ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ വരാം. തെഫ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ്, കള്ളന്മാരടിച്ചുകൊണ്ട് പോവുക. ഫയർ ആക്സിഡൻറ്റ്സ്, തീ പിടിക്കുക, കത്തി നശിക്കുക. വെള്ളപ്പൊക്കം, ഫ്ലഡ്, വെള്ളം നനയുക. ഭൂകമ്പം, പവർ ഔട്ടേജ്, പവർ ഇപ്പോൾ
വോൾട്ടേജ് കൂടുക കുറയുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അൺഓതറൈസ്ഡ് എൻട്രി, ആവശ്യമില്ലാത്ത ആൾക്കാർ വന്ന് നമ്മുടെ സിസ്റ്റത്തിനെ എടുക്കുക, ഹാർഡ്വെയറിന് ഡാമേജ് ആവുക. ഇതൊക്കെയാണ് ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ വരാൻ സാധ്യതയുള്ള ത്രെഡുകൾ. അടുത്ത് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് computer systems, networks, software, and digital information from cyber attacks, hackers, malware, and unauthorized users. അപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റം, നെറ്റ്വർക്ക്, സോഫ്റ്റ്വെയർ ആൻഡ് ഡിജിറ്റൽ ഇൻഫർമേഷൻ ഫ്രം സൈബർ അറ്റാക്കേഴ്സ്, ഹാക്കേഴ്സ്, അൺഓതറൈസ്ഡ് യൂസേഴ്സ്, പിന്നെ മാൽവെയർസ്. ഇതിൽ നിന്നെല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയും നെറ്റ്വർക്കിനെയും സോഫ്റ്റ്വെയറിനെയും ഡിജിറ്റൽ ഡേറ്റേനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മാർഗമാണ് സൈബർ സെക്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് പ്രൊട്ടക്ട്സ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് സ്റ്റോർഡ്, പ്രോസസ്ഡ് ഓർ ട്രാൻസ്മിറ്റഡ് ത്രൂ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ സ്റ്റോർ ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും അയക്കുന്നതുമായിട്ടുള്ള ഇൻഫർമേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏത് സൈബർ സെക്യൂരിറ്റിയുടെ ഡ്യൂട്ടി. അതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കാം. ഇറ്റ് പ്രിവെൻറ്റ് സൈബർ അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇറ്റ് പ്രൊട്ടക്റ്റ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. ഇറ്റ് സെക്യൂർ ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഇറ്റ് മെയിൻറ്റെയിൻ പ്രൈവസി ആൻഡ് ട്രസ്റ്റ്. എൻഷുവേഴ്സ് കണ്ടിന്യൂസ് അവൈലബിലിറ്റി ഓഫ് സർവീസസ്. അതാണ് സൈബർ സെക്യൂരിറ്റിയുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. സൈബർ അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യുക, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഓൺലൈൻ ട്രാൻസാക്ഷനെ സെക്യൂർ ചെയ്യുക, പ്രൈവസിയും ട്രസ്റ്റും മെയിൻറ്റെയിൻ ചെയ്യുക, കണ്ടിന്യൂസ് അവൈലബിലിറ്റി, എപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടാലും അപ്പോൾ ആ സർവീസ് നമുക്ക് കിട്ടിയിരിക്കണം, ആ ഒരു രീതിയിൽ മേക്ക് ചെയ്ത് പോവുക. ദാറ്റ് ഈസ് ദ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ വരേണ്ടത് ഇറ്റ് ഈസ് ഓൺ ദ നെറ്റ്വർക്കിലുള്ള സ്റ്റോറിങ്, പ്രോസസ്സിങ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റ. ഈ 3 പരിപാടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് സൈബർ സെക്യൂരിറ്റിയിൽ വരുന്നത്. അടുത്ത സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ്. സൈബർ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ്. ഇൻസ്റ്റാൾ ആൻറ്റി വൈറസ് ആൻഡ് ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയർ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇറ്റ് യൂസ് ഫയർ വാൾസ് ടു ബ്ലോക്ക് അൺഓതറൈസ്ഡ് നെറ്റ്വർക്ക്. ഫയർ വാൾസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലോട്ട് അൺവാണ്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് വന്നാൽ അതിനെ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്ത് കളയുന്നു. ഇറ്റ് എനേബിൾ മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഫോർ യൂസർ അക്കൗണ്ട്. യൂസർ അക്കൗണ്ട്സിന് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ, ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റി വാലിഡേഷനെയാണ് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കയറി, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് OTP ഉപയോഗിച്ച ഒരു വെരിഫിക്കേഷനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫിംഗർ പ്രിൻ്റ് കൂടെയുണ്ട്. അപ്പോൾ 3 സ്റ്റേജ് ഓഫ് വാലിഡേഷനായി. ആ 3 സ്റ്റേജ് ഓഫ് വാലിഡേഷനെയാണ് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ. 3ഓ അതിൽ കൂടുതലോ എത്ര വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഒന്നിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷനാണ്. കീപ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ്. അത് നമ്മൾ പരക്കെ പറഞ്ഞതാണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻസ് ഉപയോഗിക്കുക. യൂസ് സ്ട്രോങ് ആൻഡ് യുണീക്ക് പാസ്വേഡ്സ് വലുതും കുഞ്ഞു 1 2 3 പോലെയുള്ള പാസ്വേഡ്സ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഡേറ്റനെ എന്ത് ചെയ്യുക? എൻക്രിപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ ഡേറ്റയെ കോഡഡ് ഫോമിലാക്കി മാറ്റുക. മോണിറ്റർ നെറ്റ്വർക്ക് ട്രാൻസാക്ഷൻ യൂസിങ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ആൻഡ് ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റം. അപ്പോൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ആൻഡ് ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റംസ് ഉപയോഗിച്ച് നമ്മുടെ നെറ്റ്വർക്കിനെ നിരന്തരമായി മോണിറ്റർ ചെയ്യുക. അൺഓതറൈസ്ഡ് ആരെങ്കിലും വരുന്നുണ്ടോ, ആരെങ്കിലും നമ്മുടെ പാസ്വേഡ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്യുന്ന പരിപാടിനെയാണ് IDSഉം IPSഉം. അതും ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. സൈബർ സെക്യൂരിറ്റിയുടെ ത്രെഡ്സ്. വൈറസസ് ത്രെഡാണ് വോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടൈപ്പ് ഓഫ് മാൽവെയർ ദാറ്റ് റിപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. തനിയെ കോപ്പി ആയിക്കൊണ്ടിരിക്കുന്ന വൈറസിനെയാണ് എന്ത് പറയുന്നത്? വോം എന്ന് പറയുന്നത്. ഇനി ട്രോജനവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പവർഫുൾ സോഫ്റ്റ്വെയർ ദാറ്റ് പ്രിറ്റൻഡ് ടു ബി സേഫ്. നമുക്ക് തോന്നും ഉപയോഗമുള്ള സോഫ്റ്റ്വെയർ ആണെന്ന്, പക്ഷേ അത് എന്തായിരിക്കില്ല, ഇറ്റ് ഈസ് ഫേക്ക് സോഫ്റ്റ്വെയർ ആയിരിക്കും. ദാറ്റ് വിൽ ഡാമേജ് അവർ കമ്പ്യൂട്ടർ സിസ്റ്റം. ആൻഡ് റാൻസം വെയർ എന്ന് വെച്ചാൽ ഒരു ഇതും ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരുന്നുണ്ട്, അതാണ് ഓടിച്ചു പോകുന്നത്. റാൻസം വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സിസ്റ്റത്തിൽ അൺഓതറൈസ്ഡ് ആയിട്ട് കയറി നമ്മുടെ ഡേറ്റയെ എൻക്രിപ്റ്റ് ചെയ്യും.
എൻക്രിപ്റ്റ് ചെയ്തിട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പൈസ ചോദിക്കും. ഒരു എമൗണ്ട് പേ ചെയ്താൽ മാത്രം തിരിച്ച് നമ്മുടെ ഡേറ്റേനെ ഒറിജിനൽ ഫോമിലാക്കി കൊടുക്കുന്ന പരിപാടിനെയാണ് റാൻസം വെയർ എന്ന് പറയുന്നത്. അടുത്ത സ്പൈവെയർ നമ്മൾ അറിയത്തു പോലുമില്ല നമ്മുടെ സിസ്റ്റത്തിൽ കടന്നു കയറുകയും നമ്മുടെ ഡേറ്റേനെ വേറൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഫിഷിംഗ് അറ്റാക്ക്, ഇമെയിലിലൂടെ നിരന്തരമായിട്ട് മെസ്സേജുകൾ അയച്ച് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ചോർത്തിയെടുക്കുന്ന പരിപാടി. പാസ്വേഡ് അറ്റാക്ക്, നമ്മുടെ പാസ്വേഡ് ഇന്നതായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് എങ്ങനെയെങ്കിലും മോഷ്ടിച്ചെടുത്ത് നമ്മുടെ സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യുക. ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ www.abc.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ദ സർവീസ് നോട്ട് പ്രൊവൈഡഡ് എന്നെഴുതി കാണിക്കുന്നു. അങ്ങനെ ഒരു റിസോഴ്സിനെ അൺഅവൈലബിൾ ആക്കി മാറ്റുന്ന പരിപാടിനെയാണ് ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെൻഡറുണ്ട്, ഒരു റിസീവറുണ്ട്. സെൻഡർ റിസീവറിന് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഇതിനിടയ്ക്ക് ഒരാൾ ഇരുന്നിട്ട് ഈ സെൻഡർ അയക്കുന്ന മെസ്സേജിനെ മോഡിഫൈ ചെയ്യുന്നു. ഇയാൾ അയച്ചിരിക്കുകയാണെങ്കിൽ ഇയാളതിനെ M- മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്തതാണ് ആർക്ക് കിട്ടുക? റിസീവറിന് കിട്ടുക. ഈ പരിപാടിനെയാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. SQL ഇൻജെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോട്ട് ഓഫ് നമ്പർ ഓഫ് SQL റിക്വസ്റ്റ് ഒരു സെർവറിലോട്ട് കടത്തിവിടുകയും അതിലൂടെ ആ സിസ്റ്റത്തിനെ ബിസിയാക്കി വെക്കുകയും വേറെ ആർക്കും അതിനെ അവൈലബിൾ ആക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഡിനയൽ ഓഫ് സർവീസ്. ദാറ്റ് ഈസ് നോൺ ആസ് SQL ഇൻജെക്ഷൻ. സോ ദീസ് ആർ ദ കോമൺ ത്രെഡ്സ് ഇൻ സൈബർ സെക്യൂരിറ്റി. മൂന്നാമത്തത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്സ് ആണ്. മൂന്നാമത്തത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊട്ടക്ടിങ് information from unauthorized access, use, modification, disclosure or destruction regardless of whether the information is stored in digital or physical form. അപ്പോൾ ഒരു ഇൻഫർമേഷൻ എന്താണ്? ഈ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യപ്പെട്ട ഡേറ്റേനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുക. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഇൻ എ ക്ലാസ്, അതൊരു ടേബിൾ ആയിരിക്കും. റോൾ നമ്പർ, നെയിം, ക്ലാസ്, പാരൻറ്റ് നെയിം, ഫോൺ നമ്പർ, അഡ്രസ് ഇതെല്ലാം കൊടുത്തിട്ട് അതിനെന്ത് പറയാം? നമുക്കൊരു ഇൻഫർമേഷൻ ആണെന്ന് പറയാം. അത് ഡിജിറ്റലും ആവാം, പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് ഫിസിക്കലും ആവാം. അങ്ങനത്തെ ഡേറ്റ ഇൻഫർമേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പരിപാടിനെയാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊട്ടക്ട് ദ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അടുത്ത സെക്ഷനിലാണ് വരുന്നത്. ഒരു നമ്മുടെ ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. കോൺഫിഡൻഷ്യലബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മാത്രമേ അത് കാണാൻ പാടുള്ളൂ. കോൺഫിഡൻഷ്യൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എനിക്കും അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ഇൻറ്റഗ്രിറ്റി, ഞാൻ അത് മോഡിഫിക്കേഷൻ ചെയ്യാത്തിടത്തോളം കാലം ദാറ്റ് റിമൈൻസ് ദ സെയിം. ഞാൻ സ്റ്റോർ ചെയ്ത ഡേറ്റ നാളെ ഞാൻ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ 2 പേര് ആഡായിരിക്കുന്നു. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതിനെയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. അവൈലബിലിറ്റി, ഞാൻ എപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയാലും അപ്പോൾ എനിക്കത് കിട്ടണം. ദാറ്റ് ഈസ് അവൈലബിലിറ്റി. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. കീപ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ സീക്രട്ട്. നമ്മുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് സീക്രട്ടായിട്ട് വെക്കുക. മെയിൻറ്റെയിൻ ദ ആക്യുറസി ഓഫ് ഇൻഫർമേഷൻ. അതാണ് ഇൻറ്റഗ്രിറ്റി. ആക്യുറസി എന്ന് വെച്ചാൽ അത് കൃത്യമായിരിക്കുക. നാളെ അത് തനിയെ മോഡിഫൈ ആവാൻ പാടില്ല. എൻഷുർ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ വെൻ നീഡഡ്. അതാണ് അവൈലബിലിറ്റി. പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ ഓഫ് ഡേറ്റ അൺഓതറൈസ്ഡ് ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പാടില്ല. പ്രൊട്ടക്ട് പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ ഇൻഫർമേഷൻ. നമ്മുടെ ഓർഗനൈസേഷണൽ ഒഫീഷ്യലായാലും പേഴ്സണലായാലും ദാറ്റ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. സോ ഇതാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ഒബ്ജക്റ്റീവ്. ഇതിൻ്റെ എന്തൊക്കെ സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇൻഫർമേഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. എൻക്രിപ്റ്റ് കോൺഫിഡൻഷ്യൽ ഡേറ്റ ഡ്യൂറിങ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ. അയക്കുമ്പോഴും സ്റ്റോർ ചെയ്യുമ്പോഴും ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക? കോഡഡ് ഫോമിലാക്കി കൺവേർട്ട് ചെയ്യുക. അതന്നെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇംപ്ലിമെൻറ്റ് ആക്സസ് കൺട്രോൾ ആൻഡ് യൂസർ ഓതൻറ്റിക്കേഷൻ. എല്ലാവർക്കും ഡേറ്റേനെ ആക്സസ് ചെയ്യാനുള്ള ഇതിലാക്കാതിരിക്കുക. റോൾ ബേസ്ഡ് ആയിട്ട് ഓരോ ആൾക്കാർക്ക് എന്നുവെച്ചാൽ ഇന്ന വ്യക്തിക്ക് ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഇത് ആക്സസ് ചെയ്യാം, അല്ലാതെ എല്ലാവർക്കും കയറി കാണാൻ പറ്റത്തക്ക രീതിയിലാക്കി മാറ്റരുത്. പെർഫോം റെഗുലർ ഡേറ്റ ബാക്കപ്പ്. ഡേറ്റേനെ എപ്പോഴും എന്ത് ചെയ്യുക? ഒരു കോപ്പി എടുത്ത് സൂക്ഷിക്കുക. വേറെ എവിടെയെങ്കിലും ക്ലൗഡിലോ അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിലോ. പണ്ടത്തെ രീതി അങ്ങനെയായിരുന്നു, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലായിരുന്നു വെക്കുന്നത്.
ഇപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് ബാക്കപ്പ്. ക്ലാസിഫൈ ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ സെൻസിറ്റിവിറ്റി. ഒരു വളരെ പ്രധാനപ്പെട്ട ഡേറ്റ ആണെങ്കിൽ അതിനെന്ത് ചെയ്യുക, വേറൊരു ക്ലാസ്സിൽ ടോപ്പ് ലെവൽ, അതിനിപ്പോൾ ഫോർ എക്സാമ്പിൾ കസ്റ്റമേഴ്സിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഇതുപോലത്തെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, അതെല്ലാം നമുക്ക് ടോപ്പ് സെൻസിറ്റീവ് കണ്ടൻ്റാണ്. ആ കണ്ടൻ്റ് എല്ലാം ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി വെക്കുക. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് മാനേജറിനും അസിസ്റ്റൻറ്റ് മാനേജറിനും ഒക്കെ ആക്സസിബിൾ ആക്കി വെക്കുക. അങ്ങനെ ഓരോ ഇൻഫർമേഷൻ്റെ സെൻസിറ്റിവിറ്റിക്ക് അനുസരിച്ച് അതിനെ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്ത് വെക്കുക. മോണിറ്റർ ആക്സസ് ടു സെൻസിറ്റീവ് ഇൻഫർമേഷൻ. സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്നത് ആരൊക്കെ ഇത് ഉപയോഗിക്കുന്നു, എന്നുപയോഗിച്ചു, ഏത് സമയത്ത് ഉപയോഗിച്ചു, ഏത് സമയം മുതൽ ഏത് സമയം വരെ അതിൽ ആൾ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് മോണിറ്ററിങ് ആക്സസ്. ഡെവലപ്പ് ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാൻസ്. ഡിസാസ്റ്റർ എന്തെങ്കിലും അത് നശിച്ചു പോവുകയാണെങ്കിൽ എന്ത് സെക്യൂരിറ്റി മെഷർ എടുക്കാം. നമ്മളിപ്പം നമ്മുടെ ഫോണിലുള്ള ഡേറ്റ പോവുകയാണെന്ന് വെച്ചാൽ പോയി, അപ്പോൾ അതിനെ ഇപ്പോൾ ഡിലീറ്റായ ഡേറ്റാസ് അല്ലെങ്കിൽ ഡിലീറ്റായ ഫോട്ടോസിനെ കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് ബാക്കപ്പ് ആക്കി വെക്കുന്ന ചില ആപ്പുകളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ച് റിക്കവറി സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് ഇൻഫർമേഷൻ റിക്കവറീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുക. ട്രെയിൻ എംപ്ലോയീസ് ഓൺ ഇൻഫർമേഷൻ സെക്യൂരിറ്റി പ്രാക്ടീസ്. ഒരു കമ്പനിയിലാണെങ്കിൽ ആ കമ്പനിയിലെ ഇൻഫർമേഷൻസ് സെക്യൂർ ആക്കി വെക്കേണ്ടത് എങ്ങനെയാണെന്ന് എംപ്ലോയീസിന് എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുക. ഫോളോ സെക്യൂരിറ്റി പോളിസീസ് ആൻഡ് ലീഗൽ റെഗുലേഷൻ. സെക്യൂരിറ്റി പോളിസീസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുക. ഇതൊക്കെ തിയററ്റിക്കലാണ്, അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചു വെച്ചിരിക്കുക, അത്രേ ഉള്ളൂ. ഇത് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. അതായത് വെറും തിയറി ആയിട്ട് പറയുന്നതല്ല, ഇറ്റ് ഈസ് സിലബസിലുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നതേ ഉള്ളൂ. സോ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ വരാൻ സാധ്യതയുള്ള ത്രെറ്റ്, ഡേറ്റ തെഫ്റ്റ്. ഡേറ്റ മോഷ്ടിക്കപ്പെടാം. ഒരാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ക്രീനിലായിരിക്കുമല്ലോ നമ്മളെ ഡിജിറ്റൽ ഡേറ്റ, ഒരാൾക്ക് അതിന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം അല്ലേ. സോ ഡേറ്റ തെഫ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ഡേറ്റ ലീക്കേജ്, ഒരാൾ പെൻഡ്രൈവ് കുത്തിക്കൊണ്ട് സിസ്റ്റത്തിൽ പെൻഡ്രൈവ് കുത്തിയിട്ട് നമ്മുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റ കോപ്പി ചെയ്തുകൊണ്ട് പോകുന്നു. ഇൻസൈഡർ ത്രെഡ്. ഇൻസൈഡർ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അകത്തുള്ള ആൾ തന്നെ ഡേറ്റ മോഷ്ടിക്കുന്ന പരിപാടിയാണ് ഇൻസൈഡർ. ഹ്യൂമൻ എറർ കാരണം ഡേറ്റ നഷ്ടപ്പെടാം അല്ലേ. ഇപ്പോൾ അറിയാതെ ഡേറ്റ ഡിലീറ്റ് ആയിപ്പോയി എന്നൊക്കെ പറയും. ചിലപ്പോൾ ഓവർ റൈറ്റ് ആയിപ്പോവും ഫയൽ നെയിംസൊക്കെ, നമുക്കൊക്കെ പറ്റാറുണ്ട് അല്ലേ. പിന്നെ മാൽവെയർ അറ്റാക്ക്. മാൽവെയർ ഫോർ എക്സാമ്പിൾ ഒരു വൈറസ് ഒക്കെ വന്നിട്ട് നമ്മൾ ഒറിജിനൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒറിജിനൽ ഇൻഫർമേഷന് അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യപ്പെടാം. അൺഓതറൈസ്ഡ് ആക്സസ്, പുറത്തുനിന്നുള്ള ഇപ്പോൾ ഹാക്കേഴ്സിനെ പോലെ ആളുകൾ. സോഷ്യൽ എൻജിനീയറിംഗ് അറ്റാക്ക്. സോഷ്യൽ എൻജിനീയറിംഗ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻഫർമേഷനെ വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ മാറ്റി എടുക്കുന്ന പ്രോസസ്സിനെയാണ് സോഷ്യൽ എൻജിനീയറിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. ആക്സിഡൻ്റൽ ഡിലീഷൻ ഓഫ് ഡേറ്റ. അറിയാതെ ഡിലീറ്റായി പോയി ഡേറ്റ. അപ്പോൾ ഇതെല്ലാം ഇൻഫർമേഷൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഇൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി. കോമൺ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ത്രെഡ്. സാധാരണ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയിൽ വരുന്ന ത്രെഡുകൾ ഏതൊക്കെയാണ്? വൈറസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് ഇത് പഠിക്കണം. വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് തെറ്റാനും സാധ്യതയുള്ളതാണ്. നമുക്ക് സിമ്പിളാണ്, ബേസിക് കൺസെപ്റ്റ്സ് ആണ്, പക്ഷെ നമുക്കിത് തെറ്റാം. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. അപ്പോൾ വൈറസ് നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് വരുന്ന പ്രോഗ്രാംസിനെ ഡാമേജ് ചെയ്യുന്ന മറ്റ് പ്രോഗ്രാംസിനെയാണ് എന്ത് പറയുന്നത്, വൈറസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ്? അറ്റാച്ചസ് ഇറ്റ് സെൽഫ് ടു ഫയൽസിൻ്റെ കൂടെ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്തിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ഫയൽസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് മാൽവെയർ ഏതാണ്? ദാറ്റ് ഈസ് വൈറസ്. ഡാമേജ് പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാമിനെ അത് ഡാമേജ് ചെയ്യും. ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ A+B, ഇത് നല്ലൊരു സക്സസ്ഫുള്ളി വർക്ക് ചെയ്തുകൊണ്ട് പോകുന്ന അഡീഷണൽ പ്രോഗ്രാമാണ്. ദർ ഈസ് എ വൈറസ് പ്രോഗ്രാം റീപ്ലേസ് പ്ലസ് വിത്ത് പ്ലസ് മൈനസ്. അപ്പോൾ ഇത് ഈ ഫയലിൻ്റെ കൂടെ അറ്റാച്ചായി. അപ്പോൾ ഇതെന്തായി?
ഇത് വൈറസ് പ്രോഗ്രാം എന്താണ് പറഞ്ഞിരിക്കുന്നത്? റീപ്ലേസ് പ്ലസ് വിത്ത് പ്ലസ് മൈനസ്. അപ്പോൾ ഇതെങ്ങനെയായിട്ട് മാറും? A + - B. സോ ഇത് വാലിഡ് ആണോ? അപ്പോൾ ആ പ്രോഗ്രാം എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് വൈറസ്. സ്പ്രെഡ് വെൻ ഇൻഫെക്റ്റഡ് ഫയൽസ് ആർ ഷെയർഡ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അത് എങ്ങനെ മാത്രമേ തനിയെ സ്പ്രെഡ് ആവൂല, ഇറ്റ് സ്പ്രെഡ്. നമ്മൾ പറഞ്ഞു വൈറസ് ഒരു ഫയലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുകയുള്ളൂ. ആ അറ്റാച്ച് ചെയ്യപ്പെട്ട ഫയൽ വേറെ സിസ്റ്റത്തിലോട്ട് കോപ്പി ചെയ്യുമ്പോൾ ഈ വൈറസും കൂടെ ആ സിസ്റ്റത്തിലോട്ട് മാറും. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് വൈറസ്. അതെന്ത് ചെയ്യുന്നു? ഫയൽസിനെ ഡിലീറ്റ് ചെയ്യുന്നു, കമ്പ്യൂട്ടറിന് സ്ലോ ആവുന്നു, ഡേറ്റനെ എന്ത് ചെയ്യുന്നു? കറപ്റ്റ് ചെയ്യുന്നു. ഇതാണ് വൈറസിൻ്റെ എഫക്റ്റ്. അപ്പോൾ ഒന്നുകൂടെ വൈറസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു ഫയലിൻ്റെ കൂടെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന, ആ ഫയലിനെ ഡാമേജ് ആക്കുന്ന അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കുന്ന അല്ലെങ്കിൽ കറപ്റ്റ് ആക്കുന്ന മാൽവെയർ ഫയലുകളെയാണ് എന്ത് പറയുന്നത്? വൈറസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെപ്പോഴാണ് അത് പടരുന്നത്? എങ്ങനെയാണ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫയൽസ് ഒരു സിസ്റ്റത്തിൽ നിന്നും വേറൊരു സിസ്റ്റത്തിലോട്ട് പോകുമ്പോൾ. നെക്സ്റ്റ് ഈസ് വോം. Worm is standalone malicious programs spread automatically over the network. നെറ്റ്വർക്കിലൂടെ ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ആവുന്ന വൈറസുകളെയാണ്, മാൽവെയറുകളെയാണ് വോം എന്ന് പറയുന്നത്. ഡസ് നോട്ട് റിക്വയർസ് യൂസർ ആക്ഷൻ. യൂസർ ആക്ഷൻ്റെ ആവശ്യമില്ല. പക്ഷേ വൈറസ് എങ്ങനെയായിരുന്നു? യൂസർ ആ ഇൻഫെക്റ്റഡ് ഫയലിനെ ഒരു സിസ്റ്റത്തിൽ നിന്നും വേറൊരു സിസ്റ്റത്തിലോട്ട് കോപ്പി ചെയ്താൽ മാത്രമേ വൈറസ് എന്ത് ചെയ്യുള്ളൂ? സ്പ്രെഡ് ആവുള്ളൂ. പക്ഷേ ദിസ് വിൽ ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ഓവർ ദ നെറ്റ്വർക്ക്. ദാറ്റ് ഈസ് വോം. ഇത് കൺസ്യൂം ഇത് ബാൻഡ് വിഡ്ത്തിനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ നെറ്റ്വർക്കിലാണ് ഈ വോം കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. നെറ്റ്വർക്ക് ബാൻഡ് വിഡ്ത്ത് ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ സ്ലോ ആവും സിസ്റ്റം അല്ലേ? പിന്നെ നെറ്റ്വർക്ക് സ്ലോ ആക്കുന്നു. ഇൻഫെക്ട്സ് മെനി കമ്പ്യൂട്ടേഴ്സ് ക്വിക്ക്ലി. പെട്ടെന്ന് തന്നെ എല്ലാ കമ്പ്യൂട്ടേഴ്സിലും ഇത് എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ഇറ്റ് ട്രാവൽ ഫ്രം നോഡ് ടു നോഡ്. ട്രോജനേഴ്സ് അപ്പിയേഴ്സ് ടു ബി യൂസ്ഫുൾ സോഫ്റ്റ്വെയർ. നമുക്ക് തോന്നും യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ആണെന്ന്. പക്ഷേ ഇൻസ്റ്റാൾ മെലീഷ്യസ് കോഡ് സീക്രറ്റ്ലി. നമ്മളറിയാതെ തന്നെ മെലീഷ്യസ് കോഡ്സ് എന്ത് ചെയ്യുന്നു? സീക്രട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും നമ്മുടെ സിസ്റ്റത്തിൽ. സ്റ്റീൽ പാസ്വേഡ് സ്റ്റീൽ ചെയ്യാനൊക്കെ ട്രോജനേഴ്സ് വളരെ പവർഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാൽവെയർ ആണ്. ഇറ്റ് ഗീവ്സ് ഹാക്കേഴ്സ് ആക്സസ്. ഹാക്കേഴ്സിന് നമ്മുടെ സിസ്റ്റത്തിന് ആക്സസ് ചെയ്യാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നു. ഇറ്റ് ഡാമേജ് ഫയൽസ്. നമ്മുടെ ഫയൽസിനെ ഡാമേജ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ വരെ ഇതെന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡയറക്റ്റായിട്ട് ബാധിക്കാൻ കഴിവുള്ള ടൈപ്പ് ഓഫ് മാൽവെയർ ആണ് ഈ ട്രോജനേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ. റാൻസം വെയർ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സിസ്റ്റത്തിലോട്ട് കടന്നു കയറുകയും നമ്മുടെ ഡേറ്റയെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. ഡിമാൻഡ്സ് മണി ടു അൺലോക്ക് ദം. ഡീക്രിപ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പൈസ ചോദിക്കുന്നു. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മാൽവെയറുകളെയാണ് റാൻസം വെയറുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ഡേറ്റ ഇൻആക്സസിബിൾ. നമുക്ക് എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കും, നമുക്കതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റൂല. സോ ഇൻആക്സസിബിൾ ആയിരിക്കും. ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാം. ഫിനാൻഷ്യൽ ലോസ് ഉണ്ട്, കാരണം പൈസ കൊടുത്താൽ അവരത് നമുക്ക് വിട്ടു തരുള്ളൂ. ബിസിനസ്സിൽ ഇൻട്രപ്ഷൻസും ഉണ്ടാവാം. അടുത്ത സ്പൈവെയർ എന്ന് പറഞ്ഞാൽ സീക്രട്ട്ലി മോണിറ്റേഴ്സ് യൂസർ ആക്ടിവിറ്റീസ്. നമ്മൾ കാണത്തില്ല ഈ സോഫ്റ്റ്വെയറിനെ. ദാറ്റ് സോഫ്റ്റ്വെയർ ഇസ് ഇൻസ്റ്റാൾഡ് ഇൻ അവർ സിസ്റ്റം, ബട്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല. ആ കാണാൻ പറ്റാത്ത രീതിയിലുള്ള സോഫ്റ്റ്വെയർ ആണ്, മാൽവെയർ ആണ് ഈ സ്പൈവെയർ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ സിസ്റ്റത്തിൽ കയറിയിട്ട് ഈ പാസ്വേഡ് പോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റാസിനെ മറ്റാർക്കെങ്കിലും ഔട്ട്സൈഡായിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ എഫക്ട്സ്: പാസ്വേഡ് മോഷ്ടിക്കപ്പെടാം, ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആൻഡ് പ്രൈവസി ലോസ്. ഇത്രയാണ് സ്പൈവെയറിൻ്റെ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് ഈസ് ആഡ്വെയർ. ഡിസ്പ്ലേസ് അൺവാണ്ടഡ് അഡ്വർടൈസ്മെൻറ്റ്. നമുക്ക് തന്നെ അറിയാം, ചില വെബ്സൈറ്റ്സിലൊക്കെ കയറുമ്പോൾ അൺവാണ്ടഡ് ആയിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് കാണേണ്ടി വരും. ഇത് ട്രാക്ക് ബ്രൗസിങ് ആക്ടിവിറ്റീസ്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഈ ആഡ്വെയറുകൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഏതൊക്കെ സൈറ്റിൽ കയറുന്നു, എന്തൊക്കെ കാണുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടത്തുന്നു, ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ്വെയർ സോഫ്റ്റ്വെയറുകളെ ഉപയോഗിക്കാം. അപ്പോൾ അത് കമ്പ്യൂട്ടേഴ്സിനെ സ്ലോ ആക്കുന്നു. അനോയിങ് പോപ്പപ്പ് ആഡ്സ്. അത് നമുക്ക് അനോയിങ് ആണ് അല്ലേ?
എപ്പോഴും ആഡിങ്ങിന് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒക്കെ പറ്റാറുണ്ട്. പിന്നെ പ്രൈവസി കൺസേൺ നമ്മൾ എന്തൊക്കെ ആക്സസ് ചെയ്യുന്നുവെന്ന് ഈ ആഡ്വെയറുകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഫേക്ക് ഇമെയിൽസ് ഓർ വെബ്സൈറ്റ്സ് ട്രിക്ക് യൂസേഴ്സ്. നമ്മൾ ഫോർ എക്സാമ്പിൾ കേരള PSC @gmail.com എന്ന് പറയുന്നതാണ് കേരള PSCയുടെ ഒറിജിനൽ വെബ്സൈറ്റ് എന്ന് വെച്ചോളൂ. അപ്പോൾ കേരള PSC 123 @gmail.com എന്ന് പറഞ്ഞൊരു ഇമെയിൽ ID ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മളുമായിട്ട് നിരന്തരം മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ടൈപ്പ് ഓഫ് അറ്റാക്കിനെയാണ് എന്ന് പറയുന്നത് ഫിഷിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റീൽ യൂസർ നെയിം, പാസ്വേഡ് ആൻഡ് ബാങ്കിങ് ഡീറ്റെയിൽസ്. ഐഡൻറ്റിറ്റി തെഫ്റ്റ്, നമ്മുടെ ഇമെയിൽ ID യും പാസ്വേഡൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി മോഷ്ടിച്ച് അവർ നമ്മളാണെന്നും പറഞ്ഞിട്ട് വേറെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ ഫ്രോഡ് ഉണ്ടാവാം, അക്കൗണ്ട് കോംപ്രമൈസ് ഉണ്ടാവാം. ഇനി പാസ്വേഡ് അറ്റാക്ക് ട്രൈ ടു ഗസ് ഓർ സ്റ്റീൽ പാസ്വേഡ്. നമ്മുടെ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഗസ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് നമ്മുടെ പാസ്വേഡിനെ മോഷ്ടിക്കുന്ന പരിപാടിനെയാണ് പാസ്വേഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ മെത്തേഡ്സാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്, അതും നമുക്ക് പിന്നീട് വരുന്നുണ്ട്. ഡിക്ഷണറി അറ്റാക്ക്, പാസ്വേഡ് റീയൂസ്. ഇതാണ് പാസ്വേഡ് അറ്റാക്കിൻ്റെ 3 മെത്തേഡ്സ്. ഇതൊക്കെയാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്, ഡിക്ഷണറി അറ്റാക്ക് ആൻഡ് പാസ്വേഡ് റീയൂസ്. പിന്നെ ഡിനയൽ ഓഫ് സർവീസ്. അറ്റാക്കേഴ്സ് ഓവർലോഡ് എ സിസ്റ്റം വിത്ത് ട്രാഫിക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സിസ്റ്റം www.abc.com, അതിൽ നിരന്തരമായിട്ട് ഒരു സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സോഴ്സിൽ നിന്നോ ഒരു കോടിക്കണക്കിന് റിക്വസ്റ്റുകൾ ഒരേ സമയത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റം വിൽ കൺഫ്യൂസ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം സ്റ്റക്ക്. ആ ഒരു സിസ്റ്റത്തിനെയാണ് ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ വെബ്സൈറ്റ് അൺഅവൈലബിൾ ആയിട്ട് മാറുന്നു. ഇൻസൈഡർ ത്രെഫ്റ്റ്. എ ട്രസ്റ്റഡ് എംപ്ലോയി ഇന്റൻഷനലി ഓർ ആക്സിഡൻ്റലി കോസ് ഡാമേജ്. ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ഒരു ട്രസ്റ്റഡ് എംപ്ലോയി മനഃപൂർവ്വമായിട്ടോ അല്ലെങ്കിൽ ആക്സിഡൻ്റലായിട്ടോ നമ്മുടെ ആ സിസ്റ്റത്തിനെയോ ഇൻഫർമേഷനെയോ ഡാമേജ് ആക്കുന്നു. ഒരു ഫയൽ ഡിലീറ്റ് ആയി പോകുന്നു, ഷെയറിങ് കോൺഫിഡൻഷ്യൽ ഡേറ്റ, വീക്ക് പാസ്വേഡ് ഉപയോഗിക്കുന്നു. സോ ദീസ് ആർ ദ കോമൺ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ത്രെറ്റ്സ്.